Hello dear students, welcome back to ISKC English. Okay dear students, അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളാണ്. അതായത് ഒന്ന് ഹിസ്റ്റോറിക്കൽ ടൂറിസം, മറ്റൊന്ന് അതിൻ്റെ ഇക്കോണമി, അതായത് സാമ്പത്തിക മേഖല ഏത് രീതിയിലാണ് അതിൻ്റെ ഇക്കോണമി, സാമ്പത്തികമായിട്ട് അതെന്ത് മാറ്റമാണ്, അതുപോലെ തന്നെ അടുത്തത് ഇമ്പാക്റ്റ് ആണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഇക്കോണമി എന്താ നോക്കാം. സാമ്പത്തിക മേഖല, അതായത് ടൂറിസവും സാമ്പത്തിക മേഖലയും. ടൂറിസം ഹാസ് ബീൻ സക്സസ്ഫുൾ ഡ്രൈവർ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ ദ സ്റ്റേറ്റ്. അതായത് ഒരു സ്റ്റേറ്റിന്റെ സാമ്പത്തികമായിട്ടുള്ള ഡെവലപ്മെന്റിൽ വലിയൊരു ആളാണ് ആര്? ടൂറിസം. അപ്പോൾ ഒരു സ്റ്റേറ്റിന്റെ ഇക്കണോമിക് ഡെവലപ്മെന്റ്, ഒരു സ്റ്റേറ്റിന് ഇക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാക്കി തരുന്നതിൽ മുൻപന്തിയിൽ ടൂറിസം നിൽക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ആൻ ഇക്കണോമിക് സെക്ടർ ദാറ്റ് പ്രൊവൈഡ്സ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എംപ്ലോയ്മെന്റ് ത്രൂ എ വെറൈറ്റി ഓഫ് സർവീസസ്. അതായത് ടൂറിസം നേരിട്ടും അല്ലാതെയും ഒരുപാട് ഇക്കണോമിക് സെക്ടറുകൾ ടൂറിസം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കി തരുന്ന മേഖലകൾ. ഇറ്റ് ഈസ് ആൻ എക്കണോമിക് സെക്ടർ ദാറ്റ് പ്രൊവൈഡ്സ്. അപ്പോൾ ടൂറിസം എന്നുള്ളത് ഒരു സാമ്പത്തിക മേഖലയാണ്, അതായത് വരുമാനം ഉണ്ടാക്കി തരുന്ന ഒരു മേഖലയാണ്. ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും പ്രൊവൈഡ്സ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എംപ്ലോയ്മെന്റ്. അതായത് ഒരുപാട് നേരിട്ടും അല്ലാതെയുമുള്ള ഒരുപാട് തൊഴിലുകൾ ഉണ്ടാക്കി തരുന്ന ഒരു മേഖലയാണ് ടൂറിസം. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒരുപാട് തൊഴിലവസരങ്ങൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഓഫ് സർവീസസ് ഇൻക്ലൂഡിങ് ട്രാൻസ്പോർട്ടേഷൻ, ലോഡ്ജിങ്, ഫുഡ്, ടിക്കറ്റിങ്, ഗൈഡിങ്, ബോട്ടിങ്, റാഫ്റ്റിങ്, ട്രെക്കിങ്, സൈറ്റ് മാനേജ്മെന്റ്, ഇതെല്ലാം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന മേഖലകളാണ്. ഏതുമായി ബന്ധപ്പെട്ട്? ടൂറിസവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് പറയുന്നത് ടൂറിസം ഒരു ഇക്കണോമിക് സെക്ടറാണ്. എന്ത്? ടൂറിസം ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, തൊഴിൽ മേഖലകൾ. ദ ഹോസ്റ്റ് പ്രൊവൈഡ് ദീസ് സർവീസസ്. നമ്മൾ ഈ പറഞ്ഞതൊക്കെ സേവനങ്ങളാണ്, സർവീസുകളാണ്. ഗൈഡിങ് ആണെങ്കിലും ടിക്കറ്റിംഗ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും ഇതുപോലുള്ള സേവനങ്ങളെല്ലാം ദ ഹോസ്റ്റ് പ്രൊവൈഡ്സ് ദീസ് സർവീസസ് ടു പേയിങ് ഗസ്റ്റ്. അതായത് നമ്മുടെ നാട്ടിൽ വരുന്ന പേയിങ് ഗസ്റ്റുകൾക്ക്, അല്ലേ, കാശ് തന്നിട്ട് നമ്മുടെ നാട്ടിൽ തങ്ങുന്ന അതിഥികൾ, ഗസ്റ്റുകൾ, അവർക്ക് ഈ സേവനങ്ങളെല്ലാം ഹോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് ഏത് രാജ്യമാണെങ്കിൽ ആ രാജ്യമാണ് ഹോസ്റ്റ്. ദ ഹോസ്റ്റ് പ്രൊവൈഡ്സ് ദീസ് സർവീസസ് ടു പേയിങ് ഗസ്റ്റ് റിസൾട്ടിങ് ഇൻ സിഗ്നിഫിക്കന്റ് ബെനിഫിറ്റ്സ് ഫോർ ബോത്ത്. ഇതിൽ നിന്നും ഇരു കൂട്ടർക്കും ലാഭം ഉണ്ടാവുന്നുണ്ട്. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റിനുണ്ട്, ഗസ്റ്റിനുണ്ട്. അതായത് നമ്മളെ നാട്ടിൽ ഒരാൾ വരുമ്പോൾ അയാൾക്ക് വേണ്ട സേവനങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമുക്കുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പേയ്മെന്റ് കിട്ടും, നമുക്കതിന് കാശ് കിട്ടും. എന്നാൽ വരുന്ന ആൾക്ക് ഗസ്റ്റിനോ സേവനവും കിട്ടും. അപ്പം നമ്മൾ സേവനം ചെയ്തു കൊടുക്കുന്നു, നമുക്കിങ്ങോട്ട് പണവും കിട്ടുന്നു, അല്ലേ? അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൂട്ടർക്കും ഇതുകൊണ്ട് ലാഭമുണ്ട്, അല്ലെങ്കിൽ ഗുണമുണ്ട്. ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇംപ്രൂവ്സ് ടൂറിസ്റ്റ് മൂവ്മെന്റ് ഫെസിലിറ്റീസ്. ടൂറിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഈ ടൂറിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു നാട്ടില് വിദേശികൾ ആരായിക്കോട്ടെ, അപ്പൊ ടൂറിസത്തെ സഹായിക്കുന്ന, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അവർക്ക് താമസ സൗകര്യങ്ങൾ, ഹോട്ടലുകൾ, നല്ല ഭക്ഷണങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ, പിന്നെ കാണാൻ സ്ഥലങ്ങൾ, എൻജോയ്മെന്റ്, ഇത്തരത്തിലുള്ള ടൂറിസവുമായി ബന്ധപ്പെട്ട് വേണ്ട സൗകര്യങ്ങളെല്ലാം
അതായത് യാത്രാ സൗകര്യങ്ങളും താമസ സൗകര്യങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നതിനുള്ളിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പൊ ഈ ഒരു ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇംപ്രൂവ്സ് ടൂറിസ്റ്റ് മൂവ്മെന്റ് ഫെസിലിറ്റീസ്, അതായത് ടൂറിസ്റ്റുകൾക്കുള്ള സഞ്ചാര സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നു. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഗതാഗതം അതിൽ വരുന്നുണ്ട്, താമസ സൗകര്യം എല്ലാം വരുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇംപ്രൂവ്സ് ടൂറിസ്റ്റ് മൂവ്മെന്റ് ഫെസിലിറ്റീസ് വൈൽ ആൾസോ പ്രൊമോട്ടിങ് ഫോറിൻ എക്സ്ചേഞ്ച്. അപ്പൊ ഇത് മെച്ചപ്പെടും എന്ത് ചെയ്യും? ഫോറിൻ എക്സ്ചേഞ്ച് പ്രൊമോട്ട് ചെയ്യും. എങ്ങനെയാ? അതായത് നമ്മുടെ നാട്ടിൽ നല്ല ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് എന്ന് വെക്കാം. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടും, സ്വാഭാവികമായിട്ടും ഫോറിൻ എക്സ്ചേഞ്ച് കൂടും ചെയ്യും. അതായത് ആൾക്കാർ വരുമ്പോഴല്ലേ, അതായത് വിദേശ വിനിമയവും കറൻസി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റലും അല്ലെ ക്രയവിക്രയങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യണം. അങ്ങനത്തെ ഒരു രാജ്യമാകുമ്പോൾ അങ്ങോട്ട് ടൂറിസ്റ്റുകൾ ഒഴുകി വരും. ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസത്തിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നമ്മുടെ നാട്ടിൽ വേണം. അത് വരുമ്പോ എന്ത് ചെയ്യും? അത് സ്വാഭാവികമായിട്ടും അത് ഫോറിൻ എക്സ്ചേഞ്ചിന് എന്ത് ചെയ്യും? പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിലൂടെ thereby maintaining a country's trade balance, അതിലൂടെ ഒരു രാജ്യത്തിന്റെ ട്രേഡ് എന്ത് ചെയ്യാൻ പറ്റും? ബാലൻസ് ചെയ്യാൻ പറ്റും. എന്താന്ന് വെച്ചാൽ ടൂറിസ്റ്റുകൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവർ വെറുതെ അല്ല വരുന്നത്. അവരിവിടെ വന്നു കഴിഞ്ഞാൽ വ്യാപാര മേഖലയിൽ എന്തുണ്ടാവും? എല്ലാ മേഖലയിലും എന്തുണ്ടാവും? കാരണം അവർ വന്നു കഴിഞ്ഞാൽ അവരിവിടെ താമസിക്കുമ്പോൾ ഹോട്ടലുകൾക്ക് പുരോഗതി ഉണ്ടാവും, അവർ സാധനങ്ങൾ വാങ്ങും, ആളുകളുടെ സേവനങ്ങൾ വേണം അല്ലേ? അപ്പൊ ഈ ഒരു ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക വഴി ടൂറിസ്റ്റുകൾക്കുള്ള സൗകര്യം മെച്ചപ്പെടും. അപ്പൊ ഒരുപാട് ടൂറിസ്റ്റുകൾ അങ്ങനെ ആവുമ്പോൾ ആ നാട്ടിലേക്ക് വരും. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും? ഇതിലൂടെ ഫോറിൻ എക്സ്ചേഞ്ച് പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെ ആ രാജ്യത്തിന്റെ ട്രേഡ് ബാലൻസ് ചെയ്യും. മാത്രമല്ല ഇറ്റ് ഓൾസോ ക്രിയേറ്റ്സ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അൺഎംപ്ലോയിഡ് യൂത്ത്. മാത്രമല്ല ഇത് ജോലി ഇല്ലാത്ത ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. അതായത് ഇത്തരത്തില് ടൂറിസം മേഖല ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് അല്ലെ ശരീരം അനങ്ങാതെ ചെയ്യാൻ പറ്റിയ ജോലികൾ അല്ലെ, വിയർക്കാതെ ചെയ്യാൻ പറ്റിയ ജോലികളൊക്കെ വരും അല്ലെ, ടൂറിസ്റ്റ് ഗൈഡായിട്ടും മറ്റു രീതിയിലൊക്കെ. allowing them to earn a living. ഇതോടുകൂടി ഈ ചെറുപ്പക്കാർക്ക് ഒരു ജീവിത വരുമാനം കണ്ടെത്താൻ ചെറുപ്പക്കാരെ പ്രാപ്തരാക്കുന്നു. earn a living and provide for their families. അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിനും. അപ്പൊ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർക്കും, അതായത് ജോലിരഹിതരായിട്ടുള്ള ജോലി ഇല്ലാത്ത ചെറുപ്പക്കാർ അവരുടെ കുടുംബത്തിനും ഇതൊരു താങ്ങായിട്ട് അല്ലെങ്കിൽ ഒരു ജീവിത മാർഗം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു. Tourism is a significant economic driver because of its strong forward and backward linkages with the economy. അതായത് ഇക്കോണമിയെ സാമ്പത്തിക മേഖലയെ ശക്തമായിട്ട് മുന്നിലോട്ടും ബാക്കിലോട്ടും കൊണ്ടുപോകാനുള്ള ഒരു ബന്ധം ആർക്കുണ്ട്? ടൂറിസത്തിനുണ്ട്. അതായത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തികത, ഒരു രാജ്യത്തിന്റെ ഇക്കോണമി, ആ ഇക്കോണമിയെ അതായത് ഡെവലപ്പ് ചെയ്യാനും, അതായത് ഇക്കോണമി ഇൻക്രീസ് ചെയ്യാനും അതേപോലെ തന്നെ ഇക്കോണമി ഡിക്രീസ് ചെയ്യാനുമുള്ള ശക്തമായ ബന്ധം ടൂറിസത്തിന് ഇക്കോണമിയുമായിട്ടുണ്ട്. അതായത് ടൂറിസത്തിലൂടെ മാത്രം പിടിച്ചു നിൽക്കുന്ന രാജ്യങ്ങളുണ്ട് അല്ലേ? ഇപ്പൊ നമുക്കറിയാൻ പറ്റും, കൊറോണ പോലത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ അത്തരം രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇക്കോണമി വളരെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇക്കോണമിയെ അത്രത്തോളം എന്ത് ചെയ്യും? ശക്തമായിട്ട് ടൂറിസം എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യുന്നുണ്ട്. ദ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടന കണക്ക് പറയാണ്. എന്താ പറയുന്നത്? എസ്റ്റിമേറ്റ് ദാറ്റ് 1 job in the core tourism industry generate. അതായത് ടൂറിസം ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരു ജോബ്, ഒരു പ്രധാനപ്പെട്ട ജോബ്, ടൂറിസം ഇൻഡസ്ട്രിയിൽ പ്രധാനപ്പെട്ട ഒരു കോർ ജോബ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ
അതിലൂടെ ഏകദേശം ജനറേറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 1.5 അഡീഷണൽ ജോബ്സ് ഇൻ ദ ടൂറിസം റിലേറ്റഡ് ഇക്കണോമിക് ആക്ടിവിറ്റി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ടൂറിസം കോറില് ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ജോബ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു ജോബ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട്, അതായത് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇക്കണോമിക് ആക്ടിവിറ്റീസ്, അതുമായി ബന്ധപ്പെട്ട് ടൂറിസം റിലേറ്റഡ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്, ടൂറിസവുമായി ബന്ധപ്പെട്ട ഇക്കണോമിക് ആക്ടിവിറ്റീസ് മേഖലയിൽ പ്രവർത്തനങ്ങളിൽ ഒരു ജോബ് ടൂറിസത്തിൽ കോർ ജോബ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിൽ 1.5 അപ്രോക്സിമേറ്റ്ലി ഏകദേശം ആ രീതിയിൽ, കാരണം ഒന്നാകുമ്പോൾ ഇവിടെ 1.5 അല്ലേ. അപ്പൊ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസത്തിൽ ഒരു കോർ 10 വരികയാണെങ്കിൽ ഇവിടെ എന്ത് വരും, ഒരു 15 അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. അതുമായി ബന്ധപ്പെട്ട് ഒന്നും വേണ്ട, നമ്മൾ ചിന്തിച്ചാൽ മതി. നല്ലൊരു ഹോട്ടല് വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ എന്തായി, ആ ഹോട്ടലിൽ ഒരുപാട് ജോലി അവസരങ്ങൾ വന്നില്ലേ. അപ്പൊ ഇത്തരത്തില് ടൂറിസവുമായി റിലേറ്റഡ് ആയിട്ട് ഒരു കോർ ജോബ് വരുമ്പോ അപ്പൊ എന്താ പറയുന്നത്, 1 ജോബ് ഇൻ ദ കോർ ടൂറിസം ഇൻഡസ്ട്രി ജനറേറ്റ് ചെയ്യുന്നത് അപ്രോക്സിമേറ്റ്ലി 1.5 അഡീഷണൽ ജോബ്സ് ഇൻ ദ ടൂറിസം റിലേറ്റഡ് economic activities. Tourism has also been acknowledged for its contribution to sustainable development. ഒരു രാജ്യത്തിന്റെ സുസ്ഥിര വികസനം, ഒരു രാജ്യത്തിന് എന്നും നിലനിൽക്കുന്ന വികസനം, ആ വികസനത്തിന്റെ കാര്യത്തിൽ നമുക്ക് ആ ഒരു വികസനത്തിന്റെ കാര്യത്തിൽ ടൂറിസത്തെ അംഗീകരിക്കാവുന്നതാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ സുസ്ഥിര വികസനം ഉറപ്പിക്കുന്നതിൽ വളരെ വലിയ പങ്ക്, അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ ടൂറിസത്തിന് വളരെ വലിയ പങ്ക്, അല്ലെങ്കിൽ ടൂറിസത്തിന്റെ പങ്ക് എന്താണ്, നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്, നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇന്റർനാഷണൽ ടൂറിസം ഈസ് ആൾസോ ലിങ്ക്ഡ് ടു ഇക്കണോമിക് ഡെവലപ്മെന്റ്. ഇന്റർനാഷണൽ ടൂറിസം എന്ന് വെച്ച് കഴിഞ്ഞാല് വേൾഡ് തലത്തിലുള്ള ടൂറിസം സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് വേൾഡ് ഇക്കോണമിയുമായിട്ട് റിലേറ്റഡ് ആണ് എന്ത്, ഇന്റർനാഷണൽ ടൂറിസം. എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ഇറ്റ്സ് എബിലിറ്റി ടു ജനറേറ്റ് ഫോറിൻ എക്സ്ചേഞ്ച്. അതായത് ഇന്റർനാഷണൽ ടൂറിസം എന്ത് ചെയ്യും, ഫോറിൻ എക്സ്ചേഞ്ച് ജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റ് ക്യാപിറ്റൽ ആൻഡ് നോളേജ് ട്രാൻസ്ഫർ. അതുപോലെ തന്നെ അതായത് ഇന്റർനാഷണൽ ടൂറിസം ക്യാപിറ്റലും നോളേജും ട്രാൻസ്ഫർ ചെയ്യും. അതായത് വിദേശികൾ വരുമ്പോൾ അവര് ക്യാപിറ്റൽ പണമായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ടൂറിസം മേഖലയിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കും. ടൂറിസവുമായി ബന്ധപ്പെട്ട നോളേജ്, പുതിയ ഫെസിലിറ്റീസ്, പുതിയ ടെക്നോളജീസ്, പുതിയ സാങ്കേതിക കാര്യങ്ങൾ, അപ്പൊ ഇത്തരത്തിലൊക്കെ വളരെ മാറ്റങ്ങൾ രാജ്യങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയും. പിന്നെയോ കോൺട്രിബ്യൂട്ട് ടു ദി ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്. അതുപോലെ തന്നെ പേയ്മെന്റ്സ് ബാലൻസ് ചെയ്യാൻ പറ്റും. കാരണം ടൂറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമാനം വരികയാണ്. അതായത് ഇങ്ങോട്ട് വരുമാനം വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പേയ്മെന്റ്സ് നടത്താൻ പറ്റുള്ളൂ. കാരണം പേയ്മെന്റ്സ് മാത്രമായി കഴിഞ്ഞാൽ നമുക്ക് അത് നിലനിർത്താൻ കഴിയുമോ? ഇങ്ങോട്ടൊന്നുമില്ലാതെ നമുക്ക് പേയ്മെന്റ് നടത്താൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അതാണ് പറയുന്നത്, ടൂറിസം നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റ്സ് ബാലൻസ് ചെയ്യാം. അതുപോലെ തന്നെ മാക്രോ ഇക്കണോമിക് സ്റ്റെബിലിറ്റി ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിൽ മാക്രോ ഇക്കണോമിക് സ്റ്റെബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ടൂറിസം വരുന്നതോടുകൂടി, ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യാണ്, ടൂറിസ്റ്റുകൾ കൊണ്ട് വരും രാജ്യത്തേക്ക്. അപ്പൊ എന്ത് ചെയ്യും, ഡിമാൻഡ് വർദ്ധിക്കും. ആളുകൾ വരുമ്പോൾ ആവശ്യങ്ങൾ കൂടും. ആവശ്യങ്ങൾ കൂടുമ്പോൾ ഉൽപാദനം കൂടും. ഉൽപാദിപ്പിക്കുന്ന വസ്തുക്കൾ വിപണനം നടക്കും, രാജ്യത്തിന് വരുമാനം ഉണ്ടാവും അല്ലേ. അപ്പൊ ഡിമാൻഡ് കൂടും, ഉൽപാദനം നടക്കും. ഇതാണ് എന്ത്, മാക്രോ ഇക്കണോമിക് സ്റ്റെബിലിറ്റി. അതായത് ഉൽപാദനം ഇങ്ങനെ വളരുന്നുണ്ട്, പക്ഷെ ഡിമാൻഡ് ഇല്ലെങ്കിലോ അത് സ്റ്റേബിളായി പോകില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മാക്രോ ഇക്കണോമിക് സ്റ്റെബിലിറ്റി, ഉൽപാദനവും അതിന്റെ വിപണനവും ഒരേ രീതിയിൽ ഇങ്ങനെ പോകണം. അങ്ങനെയാണെങ്കിൽ രാജ്യത്തിന് എന്തുണ്ടാവുള്ളൂ. ഇവ നമ്മളെ നാട്ടിൽ ഒരു വലിയ കട തുടങ്ങി, ആ കടയിൽ ഇറക്കിയ സാധനങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ
അവിടെ ഒരു നല്ല നിലയ്ക്ക് അത് പോകൂല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിലിറക്കുന്ന സാധനങ്ങള് വിപണനം നടക്കണം, ആ കാശ് കൊണ്ട് വീണ്ടും സാധനങ്ങൾ ഇറക്കണം, വിപണനം നടക്കണം. ഇതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ പോകണം. അതാണ് അതൊരു സ്റ്റേബിൾ ആയിട്ട് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെ. അപ്പൊ ഇതാണ് എന്ത് മാക്രോ ഇക്കണോമിക് സ്റ്റെബിലിറ്റി, പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പൊ ഡെവലപ്പിംഗ് കൺട്രീസിൽ മാക്രോ ഇക്കണോമിക് സ്റ്റെബിലിറ്റിക്ക് സഹായിക്കുന്നത് ആരാണ്? ടൂറിസമാണ്. ഇനി ടൂറിസത്തിന്, അപ്പൊ ഇതാണ് ടൂറിസവും എക്കോണമിയും. ഏത് രീതിയിലാണ് ടൂറിസം എക്കോണമിയെ ഡ്രൈവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡ്രൈവർ ആകുന്നത്, അതാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് കേട്ടോ. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൂറിസത്തിന്റെ പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ, അത് കഴിഞ്ഞിട്ട് കുറച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ്. അപ്പൊ ആദ്യം നമുക്ക് പോസിറ്റീവ് ഇമ്പാക്റ്റ് നോക്കാം. ടൂറിസം ബെനിഫിറ്റ്സ് ദ എക്കോണമി ബൈ ഇൻക്രീസിങ് ഇൻകം ഇൻ ഹോസ്റ്റ് കൺട്രീസ്. അതായത് ടൂറിസം എന്ത് ചെയ്യും? ഹോസ്റ്റ് കൺട്രീസിലെ വരുമാനം കൂട്ടിയിട്ട് ആ രാജ്യത്തിന്റെ ഇക്കോണമിയെ വർദ്ധിപ്പിച്ചിട്ട് രാജ്യത്തിന് ഗുണകരമാവുന്നു. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അതായത് ഹോസ്റ്റ് കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസം നിലനിൽക്കുന്ന രാജ്യം. അതായത് ഏത് രാജ്യത്താണോ ടൂറിസം ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉള്ളത് ആ രാജ്യത്തേക്ക് ആളുകൾ ചെല്ലും, അത് ആ രാജ്യത്തിന് ഇൻകം ആകും. അതിലൂടെ ആ രാജ്യത്തിന്റെ ഇക്കോണമി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലെ? എക്കോണമി, ടൂറിസം ബെനിഫിറ്റ്സ് ദ എക്കോണമി. എങ്ങനെ? ഇൻക്രീസിങ് ഇൻകം ഇൻ ഹോസ്റ്റ് കൺട്രീസ്. നോക്കൂ അതെങ്ങനെ? ഫോറിൻ കറൻസി ആൻഡ് ഇംപ്രൂവിംഗ് ഇക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ലോക്കൽസ്. മാത്രമല്ല ഈ രാജ്യത്തിലേക്ക് എന്ത് വരും? ഫോറിൻ കറൻസി വരും. ഫോറിൻ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾ വരും അല്ലെ? ടൂറിസ്റ്റുകൾ വരും, അവര് വിദേശ നാണയവുമായിട്ട് വരും. അതിന്റെ എക്സ്ചേഞ്ച് നടക്കും. അതിവിടെ ചെലവഴിക്കും അല്ലെ? അതോടുകൂടി എന്ത് ചെയ്യാണ്? നമ്മളെ നാട്ടിലെ വരുമാനം, ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇംപ്രൂവിംഗ് ഇക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ലോക്കൽസ്, അതായത് പ്രാദേശികവാസികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടും. കാരണം അവർക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടും, ഒരുപാട് വരുമാനം ഉണ്ടാവും അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെയും ഒരു പ്രദേശത്തിന്റെയും പ്രദേശവാസികളുടെയും സാമ്പത്തിക സ്ഥിതി, ഇക്കണോമിക് സ്റ്റാറ്റസ് എന്ത് ചെയ്യും? ഇംപ്രൂവ് ചെയ്യും. ഇനി ഗവൺമെന്റ്സിനും ഗുണമുണ്ട്. എന്താണ്? ഗവൺമെന്റ്സ് റൈസ് റവന്യൂ, സർക്കാരുകളും വരുമാനം ഉണ്ടാക്കുന്നു ത്രൂ ടാക്സസ് ഓൺ ടൂറിസം. ടൂറിസത്തിന് നിന്നും ലഭിക്കുന്ന ടാക്സുകള്, എംപ്ലോയ്മെന്റ് ടാക്സുകൾ, അതുപോലെ തന്നെ ബിസിനസ് എൻട്രി ഫീസ്, ടോൾ ടാക്സസ്, ഇതൊക്കെ സർക്കാരിന്, ഗവൺമെന്റുകൾക്കുള്ള റവന്യൂ ആണ്. പിന്നെയോ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഫ്രം അതർ കൺട്രീസ് ബെനിഫിറ്റ്സ് ദ ഗവൺമെന്റ് ബിക്കോസ് ദേ ജനറേറ്റ് റവന്യൂ. അതുപോലെ തന്നെ അതായത് ഒരു രാജ്യത്ത് ടൂറിസ്റ്റുകൾ ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ ആ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നതും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യും. മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സർക്കാരുകൾക്ക്, ഗവൺമെന്റുകൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യും, വരുമാനം അവിടെ ഉൽപ്പാദിപ്പിക്കും. ഇറക്കുമതി, കാരണം ആ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ എടുത്തു വെക്കാനല്ലല്ലോ. മാത്രമല്ല ഇറക്കുമതി ചെയ്യുന്നത് ഗവൺമെന്റ് അല്ല. ആരാ ഇറക്കുമതി ചെയ്യുക? ഒന്നുകിൽ വൻ കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ മുതലാളിമാര്. അത് സർക്കാരുകൾക്ക് ടാക്സ് ആയിട്ടും മറ്റും ഏതെങ്കിലും രീതിയിൽ ഗവൺമെന്റുകൾക്ക് അവിടെ എന്ത് ചെയ്യും? റവന്യൂ ജനറേറ്റ് ചെയ്യും. ടൂറിസം ആൾസോ എൻകറേജസ് ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലോക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ടൂറിസം വരുന്നതോടുകൂടി അല്ലെങ്കിൽ ടൂറിസത്തിന്റെ പേരിൽ സർക്കാരുകൾ, ഗവൺമെന്റുകൾ എന്ത് ചെയ്യും? ലോക്കൽ ഏരിയകളിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും. അതായത് ഏതൊരു നാട്ടിൻപുറമാണെങ്കിലും അവിടെ ടൂറിസ്റ്റ് സാധ്യത ഉണ്ട് എന്ന് വെക്കുക. അവിടുത്തെ റോഡൊക്കെ ശരിയാക്കും. അതുപോലെ തന്നെ അവിടുത്തെ ബസ് സ്റ്റോപ്പുകളും ഗതാഗത സൗകര്യങ്ങളും, ഇതാണ് ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ടൂറിസം വരുന്നതോടുകൂടി ടൂറിസത്തിന്റെ സാധ്യത ഒരു പ്രദേശത്ത് വരുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? അവിടുത്തെ ലോക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യും? മെച്ചപ്പെടുത്താൻ സർക്കാരുകൾ മുൻകൈയെടുക്കും. ഇതിന്റെ ഫലമായിട്ട് റിസൾട്ടിങ് ഇൻ ഇംപ്രൂവ്ഡ് ഫെസിലിറ്റീസ് ബോത്ത് ടൂറിസ്റ്റ് ആൻഡ് റെസിഡൻസ്. ഇതിന്റെ ഫലമായിട്ട് ആ പ്രദേശവാസികൾക്കും ടൂറിസ്റ്റുകൾക്കും എന്ത് കിട്ടും? മെച്ചപ്പെട്ട സേവനം കിട്ടും.
അതായത് ഒരു പ്രദേശം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറുമ്പോൾ ആ പ്രദേശത്തിന്റെ മുഖച്ഛായ മൊത്തം മാറും അല്ലേ. അവിടെ എന്ത് ചെയ്യാണ്, അവിടുത്തെ സൗകര്യങ്ങൾ മാറി അല്ലേ. അവിടുത്തെ എന്ത് ചെയ്യാണ്, ഗതാഗത സൗകര്യങ്ങൾ, അവിടെ എന്ത് ചെയ്യാണ്, ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ, ഇത് വന്നു കഴിഞ്ഞാൽ ഇത് വിദേശികൾ മാത്രമേ ഉപയോഗിക്കാവുന്നില്ല, ഇത് വിദേശികൾക്കും സ്വദേശികൾക്കും ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തില് ഒരു ടൂറിസത്തിന്റെ ഒരു ചെറിയൊരു ടച്ച് ഒരു ഭാഗത്ത് വരുമ്പോൾ ആ പ്രദേശത്തെ ഗവൺമെന്റ് ഒന്ന് തിരിഞ്ഞു നോക്കും. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ ആർക്കും അനുഭവിക്കാം, നാട്ടുകാർക്കും അവിടുത്തെ റെസിഡൻസിനും ആ ഫെസിലിറ്റീസ് ഉപയോഗിക്കാൻ പറ്റും. ഇറ്റ് ഓൾസോ ക്രിയേറ്റ്സ് ജോബ്സ് ഇൻ ദ ഇൻഫോർമൽ സ്ട്രക്ചർ. അപ്പൊ ഇതോടുകൂടി ആ ഭാഗത്ത് സർക്കാർ മേഖലയിൽ മാത്രമല്ല, ഇൻഫോർമൽ സെക്ടർ, അതായത് ഇൻഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള മേഖല, സർക്കാർ ഇതര മേഖലകൾ, അതായത് ആളുകൾക്ക് ചെറിയ ചെറിയ കടകൾ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൈഡ് പോലുള്ള സംഭവങ്ങൾ അല്ലേ, അതുപോലെ തന്നെ ചെറിയ കുടിൽ വ്യവസായങ്ങൾ പോലുള്ള ഇൻഫോർമൽ സെക്ടറുകൾ, ഈ സെക്ടറുകളിൽ എന്ത് ചെയ്യാം, ജോബ് ക്രിയേറ്റ് ചെയ്യാം. വിച്ച് ബെനിഫിറ്റ്സ് ലോക്കൽ എക്കോണമി. ഇത് എന്തിനെ ബാധിക്കുന്നു, ഡെവലപ്പ് ചെയ്യുന്നു, ആ ഒരു പ്രദേശത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ. ആൻഡ് ഇൻക്രീസ് ഇൻകം ഫോർ ലോക്കൽസ്, സാധാരണക്കാർക്ക് വരുമാനം വരും ചെയ്യും. അതായത് ഒരു ജോലി ഇല്ലാതിരിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പണി എടുക്കാത്ത പോലത്തെ പണിയാണ് ഏത്, ടൂറിസ്റ്റ് ഗൈഡ്. അവർ പിന്നാലെ ഇങ്ങനെ നടന്നാൽ മതി, സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം, നമുക്ക് കൂട്ടത്തിൽ സ്ഥലങ്ങളെ കാണും ചെയ്യാം. അപ്പൊ ഇങ്ങനെ ജോലി ചെയ്യാൻ മടിയന്മാർക്ക് പോലും ഒരു വരുമാനമാകും. അതോടുകൂടി എന്ത് ചെയ്യാണ്, ലോക്കൽസിന്റെ എക്കോണമി ഡെവലപ്പ് ചെയ്യും. ടൂറിസം കോൺട്രിബ്യൂട്ട്സ് ടു ടോട്ടൽ എംപ്ലോയ്മെന്റ് ത്രൂ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് ആൻഡ് ഇൻഡ്യൂസ്ഡ് ഇമ്പാക്ട്സ്. അതായത് ടൂറിസത്തിലൂടെ ഒരു പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള എക്കോണമിയെ ടൂറിസം നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് ഒന്നുകിൽ ഡയറക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റോ ഇൻഡ്യൂസ്ഡ് ഇമ്പാക്റ്റ്. ആ ടൂറിസത്തിന്റെ നേരിട്ടുള്ളതോ അല്ലാതെയോ ആയിട്ടുള്ള ഇമ്പാക്റ്റ്, ടൂറിസത്തിന്റെ ഒരു ഇമ്പാക്റ്റ്, ഒരു ഇൻഫ്ലുവൻസിലൂടെ ആ ഒരു പ്രദേശത്തിന്റെ, ഒരു രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ഇക്കോണമിയിൽ മാറ്റം വരും. അതായത് ഒരു പ്രദേശത്തിന്റെ ഇക്കോണമി മാറാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടോട്ടൽ ഇക്കോണമിയിൽ അത് പ്രതിഫലിക്കും, റിഫ്ലക്റ്റ് ചെയ്യും. എങ്ങനെ, വിത്ത് ജോബ്സ് അല്ലെ, ഒരുപാട് തൊഴിലവസരങ്ങൾ ഈ ടൂറിസം കൊണ്ടുവരും. എവിടേക്ക്, ജോബ്സ് ഇൻ ട്രാവൽ ഏജൻസീസ്, അക്കോമഡേഷൻ, എയർലൈൻസ്, അതുപോലെ തന്നെ റീറ്റെയിൽ, കൺസ്ട്രക്ഷൻ മേഖല, മാനുഫാക്ചറിങ്, ടെലികമ്മ്യൂണിക്കേഷൻസ്, ഇങ്ങനെ പല മേഖലകളിലും. ഈ മേഖലകളിലെല്ലാം എന്ത് ചെയ്യാൻ കഴിയും, അതായത് ടൂറിസത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലെല്ലാം എക്കോണമിയിൽ എല്ലാ ഗതാഗത മേഖലയാണെങ്കിലും, ടെലികമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും, റീറ്റെയിൽ ആണെങ്കിലും, എയർലൈൻസ് ആണെങ്കിലും അല്ലെ, ടൂറിസ്റ്റുകൾ വരുന്നു പോകുന്നു അല്ലെ, കൺസ്ട്രക്ഷന്റെ മേഖല, കാരണം പുതിയ പുതിയ കെട്ടിടങ്ങൾ, സൗകര്യങ്ങൾ, ഇങ്ങനെ എല്ലാ മേഖലകളിലെയും എക്കോണമിക്ക് സാമ്പത്തികതയിൽ മാറ്റമുണ്ടാകുന്നു. Tourism is an important global economic driver, generating billions of dollars in revenue and millions of jobs worldwide. അപ്പം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൂറിസം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ആഗോള തലത്തിൽ തന്നെ സാമ്പത്തിക മേഖലയെ വളർത്തുന്ന ആളാണ് ടൂറിസം. അതായത് ടൂറിസം എന്നുള്ളത് എന്താണ്, ഒരു ഇമ്പോർട്ടന്റ് ഗ്ലോബൽ എക്കണോമിക് ഡ്രൈവർ ആണ്. ദെൻ വൈ, ജനറേറ്റിംഗ് ബില്യൺസ് ഓഫ് ഡോളർ ഇൻ റവന്യൂ, അതുപോലെ തന്നെ മില്യൺസ് ഓഫ് ജോബ്സ് ഇൻ വേൾഡ് വൈഡ്, ലോക തലത്തിൽ മില്യൺ കണക്കിന് തൊഴിലുകളും അതുപോലെ തന്നെ ബില്യൺ കണക്കിന് വരുമാനവും ആരുണ്ടാക്കി തരുന്നുണ്ട്, ടൂറിസം ഉണ്ടാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടൂറിസം എന്താണ്, വളരെ പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് ഡ്രൈവർ ആണ് എന്ത്, ടൂറിസം. ഇത് ടൂറിസത്തിന്റെ എന്താണ്, ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. ഇനി ഏതാനും നെഗറ്റീവ് ഇമ്പാക്റ്റും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്ക് അവസാനിച്ചു, ഈ യൂണിറ്റും കഴിഞ്ഞു കേട്ടോ. ടൂറിസം ഹാസ് എ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ദ എക്കോണമീസ് ഓഫ് ഹോസ്റ്റ് കൺട്രീസ്. അതായത് ചില ഹോസ്റ്റ് കൺട്രീസ്, ഇപ്പൊ ഹോസ്റ്റ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ, ഏത് രാജ്യത്തേക്കാണോ ടൂറിസ്റ്റുകൾ വരുന്നത് ആ രാജ്യം.
എന്നാൽ ഇത്തരത്തിലുള്ള ചില രാജ്യങ്ങൾ, ചില ഹോസ്റ്റ് കൺട്രീസ്, ചില രാജ്യങ്ങളിൽ ടൂറിസം ആ രാജ്യത്തെ എക്കോണമിയെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഇമ്പാക്ട് ഓൺ എക്കോണമീസ് ഓഫ് നെഗറ്റീവായിട്ട്. അത് എങ്ങനത്തെ രാജ്യങ്ങൾ? പെർട്ടിക്കുലർലി ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്, അതായത് വികസനമില്ലാത്ത രാജ്യങ്ങൾ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഏത് നിലക്കും ഗുണം ഉണ്ടാകുന്നത് ഡെവലപ്ഡ് കൺട്രീസിലാണ്, ഏത് നിലക്കാണെങ്കിലും. എന്നാൽ ഡെവലപ്ഡ് അല്ലാത്ത രാജ്യങ്ങളുണ്ടല്ലോ, അവയ്ക്ക് ടൂറിസം കൊണ്ടും എന്തുണ്ടാവില്ല, വലിയ പ്രയോജനം ഉണ്ടാവില്ല. എന്താ കാര്യം ഞാൻ പറഞ്ഞത്? ഹിഡൻ കോസ്റ്റ്. ഈ ഹിഡൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പറഞ്ഞു കേട്ടോ. ഹിഡൻ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ പറയുന്നുണ്ട്, സച്ച് ആസ് ദ ഇമ്പോർട്ടേഷൻ ഓഫ് ലോ ക്വാളിറ്റി ലോക്കൽ പ്രോഡക്ട്സ് ആൻഡ് ദ എംഫസിസ് ഓൺ മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സ്. അതായത് ഈ ഹിഡൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ലോ ക്വാളിറ്റി ഉള്ള, നിലവാരം ഇല്ലാത്ത, അതായത് വളരെ മോശമായിട്ടുള്ള പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യുക, ഒരു രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാം. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രാജ്യത്തെ ചൂഷണം ചെയ്യലല്ലേ. നിലവാരമില്ലാത്ത വളരെ മോശമായിട്ടുള്ള പ്രോഡക്റ്റുകൾ, ലോ ക്വാളിറ്റി ലോക്കൽ പ്രോഡക്ട്സ് എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക, ഇറക്കുമതി ചെയ്യാം. അതുപോലെ തന്നെ ആൻഡ് ദ എംഫസിസ് ഓൺ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, അതുപോലെ തന്നെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിന്റെ ഒരു സ്വാധീനം അല്ലെങ്കിൽ അവയുടെ പ്രാധാന്യം. അപ്പൊ ഒരു രാജ്യത്തുള്ള മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ, ഇങ്ങനെ ഈ ഇറക്കുമതി കാര്യങ്ങളിൽ രാജ്യത്തെക്കാൾ എന്തുണ്ടായിരിക്കാം, സ്വാധീനവും പവറും ഇത്തരത്തിലുള്ള മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിന് വരുമ്പോൾ, ഇത്തരം മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിന്റെ ഇടപാടുകൾ നിയന്ത്രിക്കാൻ രാജ്യത്തിന് കഴിയാതെ വരുമ്പോൾ രാജ്യത്തേക്ക് ലോ ക്വാളിറ്റി ഉള്ള ലോക്കൽ പ്രോഡക്ട്സ് എന്ത് ചെയ്യും, ഇറക്കുമതി ചെയ്യും. ഇത് എന്തിന് കാരണമാകും? റിസൾട്ട് ഇൻ പ്രോഫിറ്റ് ഫോർ ഡെവലപ്ഡ് കൺട്രീസ്. ഇതിന്റെ ലാഭം ഉണ്ടാവുക ആർക്കേ കാരണം? ഡെവലപ്ഡ് കൺട്രീസിനെ കാരണം. അതായത് ഡെവലപ്ഡ് കൺട്രീസിന്റെ കയ്യിൽ നിന്നുമാണ് ഈ ലീസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ അങ്ങോട്ട് ലോ ക്വാളിറ്റിയുള്ള ലോക്കൽ പ്രോഡക്ട്സുകൾ, അതായത് അവർക്ക് നല്ല പേയ്മെന്റ് കൊടുത്തിട്ട് അത് ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന വലിയ കോർപ്പറേറ്റുകൾ അല്ലെ, അതായത് ഇവിടെ വലിയ കോർപ്പറേറ്റുകൾക്ക് പ്രാധാന്യം വരും, ഊന്നൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഇതുകൊണ്ട് ഗുണം ഉണ്ടാവുന്നത് ആർക്കായിരിക്കണം? ഡെവലപ്ഡ് കൺട്രീസ്. അവിടുന്ന് ആയിരിക്കും ഇത്തരത്തിൽ പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യുക, ലോ ക്വാളിറ്റി ലോക്കൽ പ്രോഡക്റ്റുകൾ ഇറക്കുമതി ചെയ്യുന്നത്. ഒരു പ്രശ്നം അത്. പിന്നെ ആൾ ഇൻക്ലൂസീവ് പാക്കേജ് ടൂർസ്. പിന്നെ ഇൻക്ലൂസീവ് പാക്കേജ് ടൂർസ് ഉണ്ടല്ലോ, ആൾ ഇൻക്ലൂസീവ് പാക്കേജ് ടൂർസ്. അതായത് ചില ടൂറിൽ എല്ലാ ഫെസിലിറ്റീസും അവർ കൊടുക്കും. അതായത് ടൂറിസ്റ്റുകളെ ബസ്സിൽ കയറ്റിയിട്ട് അവർ കൊണ്ടുപോകും, ഫുള്ള് കാശൊക്കെ ആദ്യം വാങ്ങിയിട്ട് അവർ സെറ്റാക്കുന്ന ഹോട്ടൽ, എല്ലാ കാര്യങ്ങളും അവർ കൊടുക്കും. അപ്പൊ ഇത്തരം ടൂർ പാക്കേജുകൾ ഫ്രീക്വന്റ്ലി ലീവ് ലിറ്റിൽ റൂം ഫോർ ലോക്കൽ ബിസിനസ്. അപ്പൊ ഇത്തരം ടൂറുകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓൾ ഇൻക്ലൂസീവ് ടൂർ പാക്കേജുകളിൽ ആ പ്രദേശത്തെ ലോക്കൽ ബിസിനസ്സിനോ സാധാരണക്കാരായിട്ടുള്ള വർക്കേഴ്സിനോ ആളുകൾക്ക് ഒരു റോളും ഉണ്ടാവില്ല. കാരണം അവിടെ ഈ വരുന്ന ടൂറിസ്റ്റുകൾ ഫുള്ളായിട്ട് ഈ പാക്കേജ് കൊടുക്കുന്ന അതോറിറ്റിയുടെ കീഴിലായിരിക്കും. കാരണം അവർക്ക് വേണ്ടതെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യും. അതായത് എന്ത് ചെയ്യും, ഇവർ പ്രൊവൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫെസിലിറ്റീസും, ഫുഡ് ആണെങ്കിലും എല്ലാ ഫെസിലിറ്റീസും ഇവർ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ലോക്കൽ ആയിട്ടുള്ള ആളുകൾ, അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കടകൾ, ഷോപ്പുകൾ, മറ്റ് ആളുകൾ, ഇവർക്ക് ഇതൊരു വലുതുകൊണ്ടൊരു ഗുണമില്ലാത്ത അവസ്ഥ വരും. അപ്പൊ മാത്രമല്ല, ഇങ്ങനെ വരുമ്പോ ഡ്രൈവിംഗ് അപ്പ് ഡിമാൻഡ് ഫോർ ബേസിക് സർവീസസ് ആൻഡ് ഗൂഡ്സ്. ഇങ്ങനെ ആവുമ്പോൾ ബേസിക് സർവീസുകളും ഒരാവശ്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ബേസിക് സർവീസുകളും അതുപോലെ തന്നെ ആളുകളുടെ സേവനങ്ങളും അവിടെ വളരില്ലല്ലോ, കുറഞ്ഞു വരുമല്ലോ. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ബേസിക് സർവീസിന്റെയും അതുപോലെ തന്നെ സപ്പോർട്ടിന്റെയും ഗൂഡ്സിന്റെയൊക്കെ ആവശ്യം വർദ്ധിക്കും. അതായത് സ്വാഭാവികമായിട്ടും അത് കുറയാ ചെയ്യാം, കാരണം അതിന്റെ ഉപയോഗം കുറയും. അങ്ങനെ കുറയുമ്പോൾ അത് ഇല്ലാണ്ടാവും അല്ലെ. അങ്ങനെ ആവുമ്പോൾ പിന്നീട് എന്ത് ചെയ്യും, അതിന്റെ ആവശ്യം വർദ്ധിക്കും. കാരണം അവിടുത്തെ പ്രദേശവാസികൾക്ക് അത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. പിന്നെ ദ ഗ്രോത്ത് ഓഫ് ടൂറിസം. ഒരു നാട്ടില് ടൂറിസത്തിന്റെ വളർച്ച വരുമ്പോൾ, ഒരു നാട്
ടൂറിസം എന്ന നിലക്ക് അങ്ങോട്ട് വളരുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ വളരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളെ നാട്ടില് ഭയങ്കര സെറ്റപ്പായി ടൂറിസം ആകെ വളർന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നാടകത്ത് ഇതായി കഴിഞ്ഞാൽ റൈസസ് ദ വാല്യൂ ഓഫ് സർവീസസ് ആൻഡ് ലാൻഡ്. നമ്മളെ നാട്ടിൽ എല്ലാറ്റിനും വില കൂടും. അതാ സംഭവിക്കുക. നമ്മളെ നാട് ഒരു കാര്യമുണ്ട്, നമ്മളെ നാട്ടിലെ ആളുകൾക്ക് വരുമാനം കൂടുതലുണ്ടാവും. പക്ഷെ ചിലപ്പം അതിൻ്റെ അപ്പുറമായിരിക്കും എന്ത് ചെയ്യുക, സാധനങ്ങൾക്കും സേവനങ്ങൾക്കും വില കയറുക. കാരണം നമുക്കറിയാൻ പറ്റും, നമ്മളെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ ചായ കുടിക്കുമ്പോൾ 10 രൂപ കൊടുക്കുന്നത് ഒരു നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് 20 രൂപ കൊടുക്കേണ്ടി വരും. ഇതേ ചായ തന്നെ അവിടെയും കിട്ടും, അല്ലെങ്കിൽ ഇത്രയും നിലവാരം ഉണ്ടാവില്ല. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ അവിടെയുള്ള വാല്യൂ ഓഫ് സർവീസസും ലാൻഡും എല്ലാം എന്ത് ചെയ്യും, അങ്ങനെ അടിച്ച് കയറും. അങ്ങനെ കയറുമ്പോൾ മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ലോക്കൽസ് ടു മീറ്റ് ദയർ ബേസിക് റിക്വയർമെന്റ്സ്. ഇങ്ങനെ വരുമ്പോൾ അവിടെ താമസിക്കുന്ന പ്രദേശവാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അവർക്കൊരു ചായ കുടിക്കൽ ബുദ്ധിമുട്ടായിരിക്കും, അവർക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങൽ ബുദ്ധിമുട്ടായിരിക്കും. ടാക്സിക്കാർ ഇതേപോലെ കാശ് വാങ്ങാൻ തുടങ്ങും. അതായത് ടൂറിസ്റ്റുകളുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യും, വാങ്ങുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം, ഒക്കെ അവിടെ കൂടുകയാണ്. ഇത് അവിടുത്തെ ലോക്കൽസിന്റെ ബേസിക് റിക്വയർമെന്റ്സ്, അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പോലും അവരെ കൊണ്ട് സാധിക്കാത്തൊരവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ മാറാം. അപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയണ്ടായിരിക്കും. നമ്മൾ ചിലപ്പോൾ ചില ആളുകൾ ഇത്തരത്തില് ചില ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലേക്ക് പോകുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും, ആ സ്ഥലത്ത് എത്തുന്നതിന് മുൻപ് എന്ത് ചെയ്യും, ആവശ്യമായിട്ടുള്ള കഴിക്കാനുള്ളതും വെള്ളവും കാര്യമൊക്കെ വാങ്ങും. അതായത് നമ്മൾ കുറച്ച് മുൻകൂട്ടിയിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്, ഒരു ബോട്ടിൽ വെള്ളം വാങ്ങുകയാണെങ്കിൽ 15 രൂപ കൊടുക്കേണ്ടത്, കാരണം നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, 25 രൂപ കൊടുക്കേണ്ടി വരും അല്ലേ. നമുക്ക് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഐസ്ക്രീം കഴിക്കുമ്പോൾ നമുക്ക് അറിയണ്ടായിരിക്കും, സാധാരണ സ്ഥലത്ത് നമ്മൾ 5 രൂപ കൊടുക്കുന്ന ഐസ്ക്രീം ആണെങ്കിൽ ഇവിടെ 10 രൂപ കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പൊ ആ ഒരു വ്യത്യാസം. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇത് അവിടുത്തെ ലോക്കൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യങ്ങളെ ബാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ഇത്തരത്തിൽ എന്ത് ചെയ്യും, സാധനങ്ങൾക്കും സേവനങ്ങൾക്കും എന്ത് ചെയ്യും, വർധന വരും, വിലവർധന വരും. അത് ലോക്കൽസിനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മളെ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.